ആളുകൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ പറയുന്ന വാചകങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരറിവിൻ്റെ സാരാംശം കിട്ടിയാൽ അത് നിങ്ങൾക്ക് ഗുണകരമാകുമെങ്കിൽ ആകട്ടെ. കാരണം എല്ലാ അറിവും തികഞ്ഞ ഒരു വ്യക്തിയും ഭൂമിയിലില്ല, ഈ ഭൂലോകത്തില്ല, ഉണ്ടായിട്ടുമില്ല ഇതിനു മുമ്പ്. അപ്പോൾ പലരുടെ അറിവുകൾ പെറുക്കിയെടുത്ത് പല രീതിയിൽ പല വഴിക്ക് നിന്നുള്ള അറിവുകൾ ശേഖരിച്ചാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. സമയവും ചിന്തിക്കാൻ കഴിവുള്ളതും മാത്രം ശ്രദ്ധിച്ചാൽ മതി. തിരക്ക് പിടിച്ച് ഓടുന്നവൻ ഓടിക്കൂ. ഞാനിപ്പോൾ നിലവിലുള്ള ഭൗതികമായ ജീവിത പശ്ചാത്തലവും ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങളും എനിക്കറിയാവുന്നത് ഞാൻ പറയുക. എനിക്കറിയാവുന്നത് ചിന്തിക്കാൻ കഴിവുള്ളവനെ ഇത് കേട്ടിട്ട് മനസ്സിലാക്കുള്ളൂ. അല്ലാത്തവൻ വായിച്ചിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞങ്ങ് പോകും. എനിക്ക് കിട്ടിയ ചിന്തകളാണ്. വലിയ അറിവാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ എനിക്കിത് വലുതാണ്. ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. അതായത് പണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലെ മാലിന്യങ്ങളൊക്കെ, വികാരങ്ങളിലൂടെ ഉണ്ടാകുന്ന മാലിന്യങ്ങളൊക്കെ ഒതുക്കി നിർത്തി സാത്വികമായ ഒരു മനുഷ്യനെങ്ങനെ മനുഷ്യനായിട്ട് ജീവിച്ച് മരിക്കണമെന്ന് വ്യക്തമായി പറഞ്ഞ വ്യാസൻ്റെ കൃതികളുള്ള ഏക രാജ്യമാണ് ഇന്ത്യ. അദ്ദേഹം ഒരു കാര്യം തീർത്ത് പറഞ്ഞു, എഴുതി. വൈകാരികതകൾക്ക് തീവ്രത, എന്ന് വെച്ചാൽ മനസ്സിലെ വികാരങ്ങൾക്ക് തീവ്രത കൂടുതലുള്ള ഒരാണ് അസുരന്മാരെന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ ഒരു സാഹചര്യമുള്ള ലോകമാണിത്. അവരുടെ പേരാണ് അസുരന്മാരെന്ന്. വികാരങ്ങൾക്ക് തീവ്രത കൂടുതലുണ്ട്. വിവേകബുദ്ധിക്കല്ല, അവർക്ക് വികാരങ്ങളേ ഉള്ളൂ. അങ്ങനെയുള്ളവർ ഉണ്ടാക്കുന്നത് സ്വയം കൊടുങ്ങാനുള്ള വലകളാണ്. സ്വന്തം താല്പര്യത്തിന് വേണ്ടി വികാരങ്ങളെ എടുത്തങ്ങോട്ട് പ്രയോഗിക്കും. മനസ്സും പ്രവർത്തിക്കും, പക്ഷെ ബുദ്ധി നേരെ വണ്ണം പ്രവർത്തിക്കില്ല. കുബുദ്ധിയായിരിക്കും, വക്രബുദ്ധി. ദീർഘവീക്ഷണമില്ല. ദീർഘവീക്ഷണമാണ് സാത്വികമായിട്ടുള്ള ചിന്തകൾ എന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള, അഥവാ പോസിറ്റീവ് എന്ന് വെച്ചാൽ ഗുണകരമായ മനുഷ്യൻ സംഭവിക്കുന്നതിനാണ്, എല്ലാവർക്കും നന്മയായിട്ട് സംഭവിക്കുന്നതിനാണ് ഈശ്വരീയത എന്ന് പറയുന്നത്. അത് കുറവാണ്. അങ്ങനെയുള്ള ആളുകളുടെ പേരാണ് അസുരന്മാർ എന്ന്. അത് അങ്ങനെയുള്ളത് അതിലൂടെ നീറി ഒടുങ്ങും. അതുപോലെ യേശുക്രിസ്തു ലാസ്റ്റ് പറഞ്ഞു, ഇത് സാത്താന്മാരുടെയും ദുഷ്ടശക്തികളുടെയും കാലമാണെന്ന്. അദ്ദേഹത്തിന് ലാസ്റ്റാണ് പിടികിട്ടിയ കുരിശേ കിടന്നു കഴിഞ്ഞപ്പം. അതിനു മുമ്പ് അങ്ങനെ പിടികിട്ടിയായിരുന്നു ഞങ്ങൾ തിരിച്ച് വടിവാളെടുത്താനെ ഇന്നത്തെ രീതിയിൽ, അല്ലെങ്കിൽ AK-47 എടുത്താണ്. ഇനി ഇപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് യേശു വരുന്നു, രണ്ടാമതും വരുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലർ പ്രസംഗിക്കുന്നുണ്ട്. നമ്മുടെ പാവങ്ങളെല്ലാം ഏറ്റുവാങ്ങാൻ വീണ്ടും വരുന്നു എന്നും പറഞ്ഞു. എവിടെ? ഭൂമിയുടെ 5 അയലോക്കത്താ പുള്ളിഞ്ഞു വരില്ല. ഒരു ദിവസം ഒരു പ്രാവശ്യം വന്നപ്പോൾ പിടിച്ച് കെട്ടി മുഖത്തും തുപ്പി കാറി അങ്ങനെ തല്ലി പരുവാക്കി ആണിയടിച്ച് കുരിശെ കെട്ടി തൂക്കി കൊന്നു. ആ മനുഷ്യൻ ഇനി ഈ ലോകത്തേക്ക് വരില്ല. ദൈവതുല്യമായി ജീവിച്ച മനസ്സുള്ള ഒരു മനുഷ്യനായിട്ട് ജനിച്ച ഒരാളാണ്. പിന്നെ അയാൾക്കുടെ പേര് ഇപ്പോഴും മുതലെടുപ്പ് നടത്തുന്നവരാണ്. യേശു രണ്ടാമതും വരുന്നു പറഞ്ഞു. ആ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്കിട്ട് ആദ്യം തല്ലണം. എന്ന് വെച്ചാൽ അമർ യേശുവിനെ വീണ്ടും കുരിശെ കയറ്റിക്കൊണ്ട് പോകുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ ഞാനിത് പറഞ്ഞു വരാൻ കാരണമുണ്ട്. ഇത് കേരളത്തിൽ കൂടുതലും വികാര തീവ്രതയാണുള്ളത്. പണ്ടൊക്കെ ഇവിടെ പറയുമായിരുന്നു, ഓരോ സംഘടനയിലുള്ള ആളുകൾ, രാഷ്ട്രീയമാട്ടെ മതമാട്ടെ അങ്ങനെയുള്ള ആളുകളെ പറ്റി പറയാമായിരുന്നു. അതിന് ഉദാഹരണമാണ് കാര്യം പറയുന്നവൻ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയാമായിരുന്നു. കാരണം അന്ന് ജന്മികൾക്കെതിരായിട്ടൊക്കെ യുദ്ധം ചെയ്തവർ ഇവരാണ്, ശ്രീനാരായണ ഗുരു ഇവരൊക്കെയാണ്. അന്ന് കാര്യം പറയുന്നവൻ കമ്മ്യൂണിസ്റ്റുകാരെന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ചാനലുകളിൽ കയറി നിന്ന് ഇവരുടെ ചർച്ചകൾ കേട്ട് കഴിഞ്ഞാൽ കള്ളമാണ് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ അവരെ പറ്റി പറയാനുള്ളൂ. പല നേതാക്കളെയും നേരെപാട്ടിനും ബുദ്ധി പ്രവർത്തിക്കാൻ വർത്തമാനം പറയാൻ അറിയാവുന്നവരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ചാനൽ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇവരാരും സ്റ്റഡിയായിട്ട് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ആർജവും ഇവർക്കില്ല. കാരണം വാക്കുകൾ കിട്ടുന്നില്ല. അതുകൊണ്ട് എതിരാളി പറയുമ്പോൾ തടസ്സപ്പെടുത്തുക. ഞാൻ തോറ്റു പോകുന്ന ഉറപ്പുണ്ട്, അതുകൊണ്ട് എതിരാളി പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല.
പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നേരമൊക്കെ ഒരുത്തരും നേരമായിട്ട് വർത്തമാനം പറയില്ല. കാരണം അവൻ്റെ ഭാഗത്ത് ശരിയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവരുടെ രീതി എന്തുകൊണ്ടോ മാറിപ്പോയെന്ന് എനിക്ക് അനുഭവപ്പെടുന്നു. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് അനുഭവപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ മെയിനായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഉള്ളത് ഇപ്പോൾ തന്നെ നിലവില്ല. പക്ഷേ എൻ്റെ ഇടയ്ക്ക് BJP എന്ന് പറഞ്ഞ സംഘടന വന്നിട്ടുണ്ട്. അവർ ഹിന്ദുസ്ഥാനികളുടെ പേര് പറഞ്ഞ തന്നെ. അവർക്ക് ജാതിയില്ല, മതമില്ല. അവർ ഏത് സമുദായത്തിൽ നിന്ന് വന്നാലും ആളെ എടുക്കും, ഏത് പാർട്ടിയിൽ നിന്ന് വന്നാലും അവർ സ്വീകരിക്കും. പക്ഷേ അധികാരമോഹം വെച്ചുകൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട, RSSൻ്റെ ചിട്ട ഇവിടെ നടക്കുകയുള്ളൂ എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം RSSൻ്റെ ചിട്ട സ്റ്റഡിയായിട്ട് രാജ്യസേവനമാണെന്നുള്ളത് അവർ തുറന്ന് പറഞ്ഞുകൊണ്ടാണ്. അവരുടെ വർഗീയതയല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവരത് പറയുന്നുണ്ട് കൃത്യമായിട്ട്. അവർ സ്വീകരിക്കും. അവർക്ക് ആരും അന്യരല്ല, അവർക്ക് ആരോടും വെറുപ്പുമില്ല. അതങ്ങനെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ജനങ്ങൾ മാറി ചിന്തിച്ചിരിക്കുന്നു ഉറപ്പായിട്ട്. കാരണം ഞാനിവിടെ പല ജില്ലകളിലും ഈ ഒരു 2-3-4 മാസത്തിനിടയ്ക്ക് പല പണികളുമായിട്ട് ഞാൻ പോയി. കച്ചവടമായിട്ടും മരപ്പണിയായിട്ടും പല തൊഴിലുകളായിട്ട് ഞാൻ പോയി ഞാൻ ആളുകളുമായിട്ട് സമ്പാദനം നടത്തും. എൻ്റെ ഒരു സ്വഭാവം അതാണ്. കാരണം എന്തിനാണെന്ന് വെച്ചാൽ ആളുകളുടെ രീതി അറിയാനാണ്. സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സംഗതി പിടികിട്ടി. അത് കുറേ അധികം ആളുകളുടെ സംസാരം കേട്ടുകൊണ്ട് നിൽക്കുമ്പോഴും നമുക്കറിയാം ആളുകൾ മാറി ചിന്തിച്ചു. രാഷ്ട്രീയ അടിമത്തം എന്നുവെച്ചാൽ ഒരാളെ തന്നെ വിശ്വസിച്ചുകൊണ്ടുള്ള ഏർപ്പാടങ്ങ് നിർത്തിയ ആളുകൾ പലരും. അതവർ നിർത്തിയിട്ട് ഇപ്പം നിഷ്പക്ഷമായിട്ട് സത്യസന്ധമായിട്ട് ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ ചിന്തിച്ചിട്ട് അവർ പറയുന്നു ഇപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിശ്ചയമില്ല എന്ന് പലരും പറയുന്നു. കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് നിശ്ചയമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഭാഗത്ത് അവരുടേതായ സ്വന്തം വീഴ്ചകൾ കൊണ്ട് കുഴപ്പങ്ങളിൽ എത്തി നിൽക്കുക. പക്ഷെ അവർക്ക് അതിൽ നിന്നും മോചിക്കപ്പെട്ട് പോരാൻ അവർക്ക് അറിയാം. കാരണം അവർക്ക് അതുപോലെ ചിന്താശക്തിയുണ്ട്, അതുപോലെ ഒരു ശരിയായ പഠനമുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ആ പഠനം ആര് കൊടുക്കുമെന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം ഞാനും ആ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നോ, ഞാനിപ്പോൾ പാർട്ടിയിൽ നിന്നെല്ലാം വിട്ടു മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിലോ അവിടെ ഇപ്പോൾ ചേക്കേറിയിരിക്കുന്ന ആരൊക്കെയാണ്? കോൺഗ്രസ് പാർട്ടിയിൽ പലരുമുണ്ട്, അവിയൽ പോലെ. അതിൻ്റെ അകത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും വാർത്തകളൊക്കെ അറിയുന്നത് തീവ്രവാദികൾ കടന്നുകൂടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഏറെക്കുറെ അത് അവരുടെ വർത്തമാനം കേൾക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പോകണം. കാരണം അങ്ങനെയാണ്. അവർ MLA വരെ പ്രസംഗിക്കുന്നത് കേട്ടില്ലേ? മതത്തിന് വേണ്ടിയാണ് ഈ 8.5 വർഷം കാത്തിരുന്നത്, 8.5 വർഷം 9 വർഷമൊക്കെ കാത്തിരുന്നത്. മതത്തിന് വേണ്ടിയാണ് ഇനി ജയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനാധിപത്യപരമാണോ? ജനങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു പാർട്ടി, ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു രാജ്യം ജനങ്ങൾക്ക് മൊത്തത്തിന് വേണ്ടിയല്ലേ ചെയ്യണ്ടേ? ഒരു സമുദായത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവരങ്ങനെ പറയുന്നത് അവർക്ക് മതമാണ് വലുതെന്ന്. ആ പുള്ളിക്കാരൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ആ പുള്ളിക്കാരൻ മാത്രമല്ല, അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും അങ്ങനെ വിളിച്ച് ഉറപ്പിക്കുന്നു. മുസ്ലിം ലീഗിനെ അന്നും അങ്ങനെ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അവരും അവന് അനുവാദം കൊടുക്കുവാണ്. അപ്പോൾ അത്തരത്തിൽ പോവുകയാണെങ്കിൽ ഓരോരുത്തരും ഓരോ സമുദായത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ഇവിടെ വർഗീയ കലാപങ്ങളും വർഗീയമായിട്ടുള്ള ചേരിതിരിവും ഉണ്ടാവില്ലേ? അതുണ്ടാക്കുന്ന ആരാണ്? ഇവരല്ലേ, ഈ പാർട്ടിക്കാരല്ലേ? അപ്പോൾ ഇതിനിടയ്ക്ക് നിൽക്കുന്ന ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ഇവിടെ ആ സംഘടന ഉണ്ടായിരുന്നത്, ശരിക്കും മതത്തിന് പേര് സംഘടന ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ കൂടെ പേരിൽ നിന്നിരുന്ന കേരള കോൺഗ്രസ് ആയിട്ടുള്ള അച്ചായന്മാർക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർക്കുമാണ് ജാതീയപരമായിട്ടുള്ള പാർട്ടി ഉണ്ടായിരുന്നത്. ഇവിടെ ഈ ഹിന്ദുസ്ഥാനിയർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ നടത്താം, ഭാരതീയർ നടത്താം. അവർക്ക് അതൊരു ജാതിയോ മതമോ അല്ല, ഒരു സംസ്കാരമാണ്, ജീവിത സംസ്കാരമാണ്. അതിൻ്റെ പേരിൽ ഇപ്പോൾ ജാതിയും മതമൊക്കെ ആക്കി തീർത്തത് RSSകാർ വന്നപ്പോൾ അവരുടെ പേരും പിടിച്ച് അവരുടെ പേര് പറഞ്ഞാണ് ഇത് ഹിന്ദുക്കളുടെ പാർട്ടിയാണെന്ന് ചിലരൊക്കെ പറഞ്ഞുണ്ടാക്കിയത്. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. കാരണം ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി, ഇത് RSS എന്ന് പറഞ്ഞാൽ ഒരു വർഗീയ സംഘടനയോ ജാതി സംഘടനയോ ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള സംഘടനയല്ല. ഹിന്ദുസ്ഥാൻ എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാൻ എന്നാ, പാകിസ്ഥാൻ പോലും പറയുന്നത് ഇത് ഹിന്ദുസ്ഥാൻ എന്നാണ്, മറ്റു രാജ്യങ്ങൾ പറയുന്നത് ഇത് ഹിന്ദുസ്ഥാൻ എന്നാണ്. ഹിന്ദുസ്ഥാൻ എന്ന് വെച്ചാൽ എന്താണ്? ആർഷഭാരത സംസ്കാരം, ഋഷിമാരുടെ മുനിമാരുടെ സംസ്കാരമുള്ള രാജ്യത്തിനാണ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത്. ആ സംസ്കാരത്തിലൂടെ ജീവിച്ച ഈ ഇവിടുത്തെ ഇന്ത്യക്കാർ അവരുടേതായ രീതിയിലുള്ള
ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. RSS എന്ന് വെച്ചാൽ സ്വയം സേവിച്ച് രാജ്യത്തെ സേവിക്കുന്ന പട്ടാളക്കാരെക്കാളും കൂടുതൽ ആർജവമുള്ള രാജ്യസേവനത്തോട് താല്പര്യമുള്ള രാജ്യത്തോട് കൂറുള്ള ഒരു സംഘടനയായിട്ടാണ് അവർ വളർന്നു വന്നത് 100 വർഷമായിട്ട് തമ്മിൽ തല്ലി പിരിയാതെ. അവർക്ക് ജാതിയല്ലായിരുന്നു, ഹിന്ദുസ്ഥാൻ, ഭാരതം രക്ഷപ്പെടണം, ഭാരതത്തിന് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അവരൊരു പാർട്ടി രൂപീകരിച്ച് BJP എന്നൊരു പാർട്ടി രൂപീകരിച്ച് 1970 ആണെന്ന് തോന്നുന്നു, 80 അവർക്ക് 2 സീറ്റ് കിട്ടിയത്. അവർ ഭരണത്തിൽ വന്നാൽ മറ്റുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഈ പറഞ്ഞ മറ്റ് പാർട്ടികളും ഈ പറഞ്ഞ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടന്നു. ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ ഞാൻ ഓർത്തു, ശരിയായിരിക്കും, ഇവന്മാരിങ്ങനെ വന്നു കഴിഞ്ഞാൽ വർഗീയമായിട്ടുള്ള വനയെന്നൊക്കെ ഞാനും ഓർത്തു. പക്ഷേ അങ്ങനെ അല്ലല്ലോ സംഭവിച്ചത്. ഈ 10-11 വർഷമായിട്ട് 5 വർഷം വാജ്പേയി ഭരിച്ചു. ഇപ്പോൾ 15ാമത്തെ വർഷത്തിലേക്ക് പോവുക, പുള്ളി താടിക്കാരൻ പോണു. അപ്പോൾ ഇവരൊന്നും ഭരിച്ചിട്ട് ഈ പറഞ്ഞ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ മറ്റുള്ളവർ പറയുന്നത് അവർക്ക് അധികാരം കിട്ടാത്തതുകൊണ്ടുള്ള വെപ്രാളം കൊണ്ടാണ് പറയുന്നത്. പിന്നെ അവരുടേതായ ഒരു ലോകം സൃഷ്ടിക്കാൻ നോക്കുന്നു, മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഉണ്ടാക്കാൻ നോക്കുന്നു. അത് നടക്കാതെ വരുന്നു. അതുകൊണ്ട് പറയുന്നതെന്നുള്ള വ്യക്തമായി. പക്ഷേ ഈ കേരളത്തിലുള്ള കുറേ ആളുകൾക്ക് അത് മനസ്സിലായില്ല. കേരളത്തിലുള്ള ആളുകളെ മുഴുവൻ ഹിംസിക്കാൻ പരുവത്തിന് ഇവിടെ 2 പാർട്ടി മാറി ഭരിച്ചുകൊണ്ടിരുന്നവർ മാറി വർഗീയപരമായ നിലപാടുകളുള്ള ആളുകളെ സ്വീകരിക്കുകയും കൂട്ടുപിടിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ തന്നെ മറ്റുള്ളവൻ്റെ ആരാധനയും അതുപോലുള്ള ആത്മീയമായിട്ടുള്ള ചിട്ടകളെ വെറുക്കാതിരിക്കുക, കൂടെ കൂട്ടുക, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുക, ബഹുമാനിക്കുക, അതാണ് ജനാധിപത്യം. ഇവിടെ ഇപ്പോൾ അമ്പലത്തിൽ പാട്ട് വയ്ക്കാൻ പാടില്ല ചിലർ പറയുന്നു. ഇതൊക്കെ പരസ്യമായ കാര്യങ്ങളാണ്, പേപ്പറിലും വന്ന TV-യിലും വന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഉണ്ട്. പ്രഭാതഗീതം വയ്ക്കാൻ പാടില്ല പോലും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവണേ? അപ്പോൾ അവരുടെ മതമോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മതമോ ഒക്കെയാണ് ഇവിടെ നിലനിൽക്കേണ്ടത്. ഒരു മതവും നിലനിൽക്കാൻ പാടില്ല, ഒരു മതവും ആധിപത്യം സ്ഥാപിക്കാൻ പാടില്ല. കാരണം ജനാധിപത്യത്തിൽ നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കളും ജീവാണുക്കളും ഉള്ളതുപോലെ തന്നെയാണ്. രണ്ടും തുല്യമായിട്ട് വേണം. ജീവാണുക്കൾ മുഴുവൻ ചത്തുപോയാലോ ഒരാൾ മരിച്ചു പോവും, രോഗാണുക്കൾ തന്നെ അയാൾ മരിച്ചു പോവും. രണ്ടും ഈക്വലൈസ് ആയിട്ടുള്ള ഒരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട് ശരീരത്തിൽ. ആ പ്രവർത്തനമാണ് ജീവിതം അല്ലെങ്കിൽ ചലനം. അതുപോലെയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും വേണം ഈക്വലായിട്ട്. ഭരണപക്ഷത്തിൻ്റെ നല്ല കാര്യങ്ങൾ ബഹുമാനിക്കുക, മോശം കാര്യങ്ങളെ വിമർശിച്ച് ജനങ്ങളിൽ എത്തിച്ച് അതിനോടൊപ്പം തന്നെ സേവന പ്രവർത്തനങ്ങളും പ്രതിപക്ഷത്തിരിക്കുന്നത് ചെയ്യുക. അങ്ങനെയാണ് വോട്ട് പിടിച്ച് ജയിക്കേണ്ടത്. അല്ലാതെ എതിരാളിയുടെ പിഴവിൽ നിന്ന് മുതലെടുത്തല്ല വോട്ട് പിടിക്കേണ്ടത്. മറ്റൊരാളെ കൊച്ചാക്കിയിട്ടോ ചെറുതാക്കിയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. മറ്റൊരാൾ കൊച്ചായി പോയാൽ അത് കാണിച്ചു കൊടുക്കുക, അല്ല അവർ തിരുത്തിട്ടെ, അപ്പോൾ രാജ്യം രക്ഷപ്പെട്ടെ, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. എനിക്ക് അധികാരം വേണം, എനിക്ക് അധികാരം വേണം. അധികാരം എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും മനുഷ്യനെ വെറുക്കപ്പെട്ടവനാക്കുക അല്ലെങ്കിൽ നികൃഷ്ടനാക്കുന്ന ഒരു വികാരമാണ്. മറ്റേ ലൈംഗിക വികാരം അത്ര കുഴപ്പമുണ്ടാക്കില്ല. അധികാരം എന്നൊരു ഭ്രമവികാരം അത് ശരീരത്തിൽ മനസ്സിൽ വന്നാൽ ആരെ എന്തും ചെയ്ത് അത് നേടാൻ നോക്കും. സ്വന്തം ബന്ധം രക്തബന്ധം ഒന്നുമില്ല അതിന്. അപ്പനും അമ്മേനെ പോലും കൊല്ലും അധികാരത്തിന് വേണ്ടി. അങ്ങനെയുള്ളൊരു വികാരമാണ് അത്. കാരണം അത്ര സുഖകരമായിട്ടുള്ള അനുഭവം അവർക്ക് അവരുടെ ലഹരിയായിട്ട് മാറും അത്. ഇപ്പോൾ കിങ് ജോൺ ഉന്നിൻ്റെ കാര്യം പറയും പോലെയൊക്കെ തന്നെ, ഹിറ്റ്ലറുടെ കാര്യം പറഞ്ഞാൽ തന്നെ അവന് മതവികാരം ആഞ്ഞടിച്ചു. അപ്പോൾ അതുപോലെ മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ പേരിലോ ഇങ്ങനെ ഒരു വികാരം ഉണ്ടായാൽ രാജ്യത്തെ ജനങ്ങളും ആ രാജ്യവും ഒക്കെ നശിക്കും. ഇത് സാത്വികമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ജനങ്ങളിപ്പോൾ ഇവിടെ കേരളത്തിൽ ആശയക്കുഴപ്പത്തിലാണ്. പക്ഷേ ആശയക്കുഴപ്പം മാറി. വെള്ളാപ്പള്ളി നടേശനോ സുകുമാരൻ നായരോ ഒന്നും ഒത്തില്ലേലും ശരി, ആ സാമുദായിക രീതിയിൽ ജീവിച്ചു പോകുന്ന ആളുകൾ 2 പാർട്ടിയിലുണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയിലുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നു. അവരൊക്കെ മാറി ചിന്തിക്കുക. അവരൊക്കെ ഇപ്പം മാറി ചിന്തിക്കുക. 2 കൂട്ടർക്ക് വോട്ട് കൊടുക്കില്ല എന്നുള്ള രീതിയിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. നേതാക്കന്മാർ പറയും പോലെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഉറപ്പായി. എല്ലാ കാലത്തും എല്ലാവരെയും നേതാക്കന്മാർക്ക് പറ്റിക്കാൻ പറ്റില്ലല്ലോ. ഈ അധികാരികളെന്ന് പറയുന്ന ന്യൂനപക്ഷം അവരാണ് എന്നും മതത്തിൻ്റെ പേരിലാണ് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് അധികാരികളാണ് എന്നും ന്യൂനപക്ഷം.
ആ ന്യൂനപക്ഷം ബൗദ്ധികപരമായിട്ട് വികാരങ്ങൾ ഉണർത്തി മറ്റുള്ളവരെ കീഴിലാക്കും. ആ വികാരങ്ങൾക്ക് അടിമപ്പെട്ടവർ അങ്ങനെ അവരുടെ തെറ്റുകളെ പോലും ന്യായീകരിച്ച് കൂടെ നിൽക്കും. അതാണ് ഈ പറഞ്ഞ നേതൃത്വത്തിൻ്റെ ബലം. മതത്തിൻ്റെ പേരിൽ ആത്മീയത വിറ്റാണെങ്കിലും അമ്പലത്തിലും പള്ളിയിലും ഒക്കെ ആത്മീയ കച്ചവടം നടക്കുന്നുണ്ട്. അന്ധവിശ്വാസം അനാചാരം അവിടെ നടക്കുന്നത്. ആചാരങ്ങളും ജീവിത നിഷ്ഠകളും അല്ല അവിടെ നടക്കുന്നത്. അതൊന്നും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കില്ല. ഉത്സവങ്ങളിലൊക്കെ വന്നിട്ട് പറഞ്ഞാൽ ചില സ്വാമിമാർ പറഞ്ഞിട്ടില്ലേ, അവർ ഗീതമൊക്കെ പറഞ്ഞ് ഒരു പ്രസംഗം നടത്തി അവർ പൈസ മേടിച്ചിട്ട് പോകും. അത് അവരുടെ ജീവിതമാർഗമായിട്ടാണ് മാറിയിരിക്കുന്നത്. ഇപ്പം അതൊരു പാഠപുസ്തകത്തിലാക്കി കഴിഞ്ഞാണല്ലോ എല്ലാവരും നന്നായി പോവും. ഈ പറഞ്ഞ 3 മതങ്ങളും അത് സമ്മതിക്കില്ല. അപ്പോൾ ജനങ്ങളിപ്പോൾ ചിന്തിച്ചു എന്നുള്ള ഉറപ്പ്. കാരണം യൂറോപ്യൻ നാടുകളും മറ്റ് അമേരിക്കയൊക്കെ ഇപ്പോൾ അവരുടെ വെൽത്തുമ്പിലാണ്. ഒന്ന് തോണ്ടിയാൽ മതി, അവിടുത്തെ സംസ്കാരങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. ഈശ്വരനെക്കുറിച്ച് അടിമപ്പെട്ടിരുന്ന ക്രിസ്ത്യൻ രാജ്യങ്ങളൊക്കെ ഇപ്പം പള്ളികളൊക്കെ ബാറാക്കി മാറ്റി. ഭൗതികമായിട്ടുള്ള സുഖം, ആത്മീയമായിട്ടുള്ള സുഖം കണ്ടെത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോവുക. അവിടെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ എന്താണ് ഈശ്വരൻ, എവിടെയാണ് ഈശ്വരൻ, എങ്ങനെയാണ് ഈശ്വരൻ എന്ന് ചോദിച്ചാൽ ഇവർക്കാർക്കും ഇപ്പോഴും അറിയില്ല. അപ്പോൾ ഭൗതികമായ പശ്ചാത്തലത്തിലൂടെ തന്നെ അവർ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് കുറേ അധികം മെച്ചമുണ്ട്. പക്ഷേ ഭൗതികമായ സാഹചര്യത്തിന് കുറേ സൈഡ് എഫക്റ്റ് ഉണ്ട്. അത് തീർത്തു കൊടുക്കാൻ ശാസ്ത്രജ്ഞന്മാർ ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ ആരോഗ്യപരമായി മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രപഞ്ചത്തിലാണെങ്കിലും അതിൻ്റെ സൈഡ് എഫക്റ്റ് വരും. പ്രകൃതി നശിക്കും, മണ്ണ് നശിക്കും, വായു നശിക്കും, പല കുഴപ്പങ്ങളും ഉണ്ടാവും. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ അത് തിരുത്തി കൊടുക്കേണ്ട കടമ അവർക്കുണ്ട്. അല്ലെങ്കിൽ ഈ ആത്മീയതയെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ബോധവൽക്കരണം നടത്താത്ത രാജ്യങ്ങളാണ് കൂടുതലും. അത് മനസ്സിലാക്കാതെ ആളുകൾ ഭൗതിക തലത്തിലേക്ക് മുങ്ങിപ്പോകുമ്പോൾ അവിടെ നശിച്ചു പോവും. അത് നശിക്കാതിരിക്കണമെങ്കിൽ ആത്മീയത എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരു രാജ്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ, അത് ഇന്ത്യ, ഭാരതം. ആത്മീയത എന്ന് വെച്ചാൽ അവനവനെക്കുറിച്ച് അറിയുക, പ്രകൃതിയെക്കുറിച്ച് അറിയുക. അപ്പോൾ ഈശ്വരൻ എന്താണെന്നും നന്മ എന്താണെന്നും സ്നേഹം എന്താണെന്നും അറിവെന്താണെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും മനസ്സമാധാനത്തോടെ ഒരു മനുഷ്യൻ ജീവിച്ച് മരിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് വിവരിക്കുന്ന യഥാർത്ഥ സാത്വികമായിട്ടുള്ള ചിന്തകളിലൂടെ ഗ്രന്ഥങ്ങൾ എഴുതിയ ആ ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ട്, ആളുകൾ ഇവിടെ ഉണ്ട്. അതിനെ അന്ധവിശ്വാസം അനാചാരമാക്കി മാറ്റിയവരുണ്ട്. അതിൽ നിന്നും വിടുതലെടുത്ത് ആളുകളെ ബോധവൽക്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കടമ ഈ ഹിന്ദുസ്ഥാനീയരായ ഇവിടുത്തെ സന്യാസിമാർക്കും ഇവിടെയുള്ള ആചാര്യന്മാർക്കും ഒക്കെ ചുമതലയുണ്ട്. അവരത് ചെയ്യട്ടെ. ഒപ്പം അതിനൊപ്പമുള്ള രാഷ്ട്രീയക്കാരുമുണ്ട്. രാഷ്ട്രീയത്തെ സ്വയം സേവിക്കുന്ന സംഘപരിവാർ എന്ന് വെച്ചാൽ അവരെ റോങ്ങായിട്ട് ഇവിടെ മലയാളികളെ ചിത്രീകരിക്കുന്നുള്ളൂ. അതും അധികാരം നേടാൻ വേണ്ടിയുള്ള നികൃഷ്ട സ്വഭാവമായിട്ട് പോകുന്നവർ. സംഘപുത്രന്മാർ കറക്റ്റാണ് ആൾക്കാർ എന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലായി. ഞാനവരെ വെറുത്തവരാ. പക്ഷേ എനിക്ക് പിന്നെ കാര്യം പിടികിട്ടി. എന്നെപ്പോലെ ഓരോരുത്തർക്കും പിടികിട്ടി. ഇപ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളുടെ ഉള്ളിലും എനിക്ക് കാര്യം പിടികിട്ടി. അവർക്ക് വർഗീയതയില്ല. ഇങ്ങോട്ട് വർഗീയത എടുത്താലും വർഗീയത കൊണ്ട് അവർ നേരിടുന്നില്ല. അപ്പോൾ പിന്നെ വിഷയമില്ലല്ലോ. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. ഒരു മതം വർഗീയത എടുത്താൽ നമ്മൾ വർഗീയത എടുക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ നിലപാട് ശരിയാണെങ്കിൽ അത് ഇതിലൂടെ പൊയ്ക്കൊള്ളുക. അപ്പോൾ കാര്യങ്ങൾ റെഡിയായിക്കോളും. ഇതാണ് സംഭവിക്കേണ്ടത്. അതങ്ങനെ സംഭവിക്കണം. ഇല്ലെങ്കിൽ കുഴപ്പങ്ങളാണ്. കുഴപ്പങ്ങൾ കുറച്ച് നേരത്തേക്ക് ഉള്ളൂ കേട്ടോ. പരദൂഷണം പാഞ്ഞു ചെല്ലും നേരെ നിരങ്ങി വരുള്ളൂന്നാ. നേരെ നിരങ്ങി വരുമ്പോൾ ഈ പരദൂഷണത്തിൻ്റെയൊക്കെ ആ കൊടുങ്കാറ്റ് കൊണ്ട് അസ്തമിപ്പിച്ചൊക്കെ തിരിച്ച് റിപ്പീറ്റ് ചെയ്യും. ഒരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ആ ചിന്താമണ്ഡലം ജീവിത പശ്ചാത്തലമാണ്, നിങ്ങളുടെ ജീവിതമാണ്. അവിടെ നിങ്ങൾ ആ പാടത്ത് നിങ്ങൾ മുള്ളുമുരുക്ക് നട്ടാൽ മുള്ളുമുരുക്കെ കൊയ്യാൻ പറ്റുള്ളൂ. നെല്ല് കൊയ്യാൻ പറ്റില്ല, വിതയ്ക്കുന്നതേ കൊയ്യാൻ പറ്റുള്ളൂ. മനസ്സിൽ എപ്പോഴും വികാരങ്ങളെ ഒതുക്കി നിർത്തിച്ച് വിവേകപരമായ നന്മകൾ, സ്നേഹവും അറിവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. പരസ്പരം സഹകരിച്ച് ജീവിക്കുക. മതവും ജാതിയൊക്കെ ഓരോ ആചാര്യന്മാരുടെ പേരിൽ പലരും മുതലെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നീടുള്ള ആൾക്കാർ അവരുടെ മരണശേഷം, ആചാര്യന്മാരുടെ മരണശേഷം ഉണ്ടാക്കിയാണ് മതത്തിൻ്റെ പേരിൽ. ശ്രീനാരായണ ഗുരു അദ്ദേഹം പറഞ്ഞ തന്നെ ആരാധനയാക്കരുത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഇന്ന് സിമെൻറ്റ് കൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ ഉണ്ടാക്കി വെച്ചിട്ട് ആരാധിക്കുകയാണ് ഈശ്വരനായിട്ട്. ആചാരമാണ് വേണ്ടത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സംഗതിയിൽ ആചരിക്കുകയാണ് വേണ്ടത്. ആ ആചരിക്കുന്നൊരു വ്യക്തി ഇന്നുണ്ട്. ആ ഗുരുവിൻ്റെ ശരിയായ മാർഗദർശനങ്ങൾ മനസ്സിലാക്കി പഠിച്ചേച്ച് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അമ്പലങ്ങളും പള്ളികളും ഉണ്ടാക്കുകയല്ല വേണ്ടത്.
അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത് ശരിയാ, പള്ളിയല്ല വേണ്ടത്, പള്ളിക്കൂടം 1000 എന്ന് വെച്ചാൽ വിദ്യാഭ്യാസമാണ് വേണ്ടത്, ആത്മീയ വിദ്യാഭ്യാസമാണ് വേണ്ടത്. അവർ പറഞ്ഞ ഭൗതിക വിദ്യാഭ്യാസമാണ്, അത് മാത്രം ഉണ്ടായാൽ പോരാ. ഭൗതികതയും ആത്മീയതയും കൂടി യോജിക്കുന്നതാണ് ജീവിതം. ഭൗതിക ശരീരത്തിലാണ് ആത്മീയത ഇരിക്കുന്നത്, ആത്മാവ് ഇരിക്കുന്നത്, ശരീരം ജീവൻ്റെ തുടിപ്പിരിക്കുന്നത്, അതുപോലെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ബുദ്ധി എന്ന് പറയുന്ന ആത്മാവിൻ്റെ ചൈതന്യമൊക്കെ ഇരിക്കുന്നത് ഭൗതിക ശരീരത്തിൽ. അപ്പോൾ ഭൗതിക ശരീരം വേണം, ആത്മാവും വേണം. ഇത് രണ്ടും കൂടി യോജിച്ചാലേ പറ്റുള്ളൂ. സ്ത്രീയും പുരുഷനും കൂടെ കൂടുമ്പോഴാണ് ഒരു കുടുംബം ഉണ്ടാകുന്നത്. അതാ ഒരു രാത്രിയും പകലും കൂടെ കൂടുമ്പോഴാണ് ഒരു ദിവസം ഉണ്ടാകുന്നത്. സുഖവും ദുഃഖവും കൂടെ കൂടുമ്പോഴാണ് ഒരു ജീവിതം ഭംഗിയാകുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാത്ത വിഡ്ഢികളുടെ ലോകത്താണ് വർഗീയ കലാപങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അതിനടിമപ്പെട്ടു പോയാൽ പോയി. നമുക്കിഷ്ടമുള്ളവരോട് ചാഞ്ഞു നിന്നാൽ ഇഷ്ടമുള്ള അച്ചയ്ക്ക് കാണുന്നതല്ല നല്ലത്. ഇഷ്ടമില്ലാത്ത അച്ചയ്ക്ക് കാണുന്ന നന്മകൾ പോലും തെറ്റായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കും. അത് മനുഷ്യൻ്റെ സഹജമായ അഡിക്ഷൻ സ്വഭാവമാണ്, സമചിത്തതയുള്ളവൻ്റെ സ്വഭാവമല്ലത്. അതുകൊണ്ട് സമചിത്തതയുള്ളവരായിട്ട് തുല്യമായിട്ട് കണ്ണുമടിക്കുക. ഒരു പാർട്ടിയുടെ അനുഭവം കൂടുതൽ പാടില്ല, ഒരു പാർട്ടിക്ക് അടിമപ്പെടാൻ പാടില്ല, ഒരു മതത്തിനും അടിമപ്പെടാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുക. അപ്പോഴാണ് വ്യക്തി നന്നാവുന്നതും കുടുംബം നന്നാവുന്നതും പരസ്പരം സ്നേഹിക്കാൻ പഠിക്കുന്നതും മക്കളോട് ഇടപെടാൻ പഠിക്കുന്നതും ഭാര്യയോട് ഇടപെടാൻ പഠിക്കുന്നതും സമൂഹത്തിലുള്ള ആളുകളോട് ഇടപെടാൻ പഠിക്കുന്നതൊക്കെ. ഈ അറിവൊക്കെ എനിക്ക് ഉണ്ടായപ്പോഴാണെന്നറിയോ, ഒരു 10-20 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. ഇതൊക്കെ വിദ്യാഭ്യാസത്തിൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ. ഇന്നിപ്പോഴും വിദ്യാഭ്യാസമില്ല. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാ, കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഇപ്പോഴും അറിയാൻ പാടില്ല പല പിള്ളേർക്കും. അതുകൊണ്ട് എനിക്ക് നല്ല വർത്തമാനം പറഞ്ഞത്, അതുകൊണ്ട് കോപ്പിലെ വിദ്യാഭ്യാസം എന്നുള്ളത്. ഇപ്പം വിദ്യാഭ്യാസമാണ് ശരിയായ ആരോഗ്യം, മാനസികവും ശാരീരികമായിട്ട് ആരോഗ്യം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഓക്കെയാണ്. എന്ന് വെച്ചാൽ സ്നേഹവും ബുദ്ധിയും കൂടിയതാണ് ജീവിതം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് പൊളിഞ്ഞാൽ പൊളിഞ്ഞ് ഏത് കുടുംബത്തിലും വ്യക്തിയിലും എല്ലാത്തിനും അതെ, പ്രസ്ഥാനത്തിലൊക്കെ അതുണ്ടാവാതെ നമ്മൾ പരസ്പരം സഹകരിക്കുക. എൻ്റെ പ്രഭാഷണത്തിൽ നീണ്ടുപോയി. സൗകര്യമുള്ളവൻ കേട്ടാൽ മതി. കേട്ടച്ച് വേണമെങ്കിൽ ചിന്തിക്കാൻ കഴിവുള്ളവൻ ചിന്തിക്കുക. അടിമപ്പെട്ട് കിടക്കുന്നവൻ അടിമപ്പെട്ട് അവിടെ കിടക്കുക. അവനൊക്കെ അടുത്ത ജന്മം നന്നാകാനേ പറ്റുള്ളൂ. ശരീരത്തിൽ ബോംബും വെച്ച് കെട്ടി നിന്നെ കൊല്ലി ഞാനും ചാവുമെന്ന് പറഞ്ഞു വരുന്ന ഒരു പുലിപ്രഭാകരൻ്റെ ആൾക്കാരും അല്ലെങ്കിൽ ഒരു ഭീകരപ്രവർത്തകനും മറ്റാരെങ്കിലും ആണെങ്കിലും അവൻ ഈ ജന്മം നന്നാവാനുള്ള അവസരമില്ല. അവൻ്റെ ശരീരത്തെ വെടികൊണ്ടുകൊണ്ട് തുള കയറുമ്പോഴാണ് അവൻ ശരിയായിട്ട് ദൈവമേ എന്ന് അള്ളാന്നൊക്കെ വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഞാനിപ്പോൾ ഈ പറയുന്ന സത്യമാണെന്നുള്ളത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ചിന്തിക്കുന്നവർക്ക്. അല്ലാത്തവൻ പോലും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിച്ച് തെറി വിളിക്കും. എന്ന് വെച്ചാൽ അവൻ്റെ മതം വളരണം, അല്ലെങ്കിൽ അവൻ്റെ ജാതി വളരണം ചിന്തിക്കുന്നവരൊക്കെ. അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒക്കെ തെറി വിളിക്കും. എന്നുവെച്ചാൽ അവൻ അടിമയാണ്, അവന് സമചിത്തതയില്ല ചിന്തിക്കാൻ. അടുത്ത ജന്മത്തിൽ ചിന്തിച്ചാൽ മതി. തിരുത്താനാവാത്ത തിന്മകളെ കൊന്നു മോക്ഷം കൊടുക്കുക. എന്നുവെച്ചാൽ തിരുത്താനാവാത്ത മനസ്സുകളുടെ ഉള്ളിൽ അടിമപ്പെട്ട് കിടക്കുന്ന നന്മയെ അവനെ കൊന്നു കഴിഞ്ഞാൽ ആ നന്മയ്ക്ക് മോക്ഷം ഉണ്ടാവും, അവിടുന്ന് വിടുതലുണ്ടാവും. ആ നന്മ പറയുന്നതൊന്നും അവൻ കേൾക്കില്ല. കേൾക്കണമെങ്കിൽ അവൻ മരിക്കണം, അടുത്ത ജന്മത്തിൽ അവൻ നന്നാവാൻ പറ്റുള്ളൂ. അങ്ങനെ കൊന്നു മോക്ഷം കൊടുക്കുക എന്നൊരു രാമായണ സിദ്ധാന്തമുണ്ട്. ഇതെന്നോടൊരാൾ പറഞ്ഞതാണ് കേട്ടോ, പഠിച്ച ആൾ. എനിക്ക് കൃത്യമായിട്ട് ഞാൻ ചിന്തിച്ച് നോക്കി വേറെ കുറേ എനിക്കും അതാണ് മനസ്സിലായത്. അപ്പോൾ ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട്, സാത്വികമായ പശ്ചാത്തലമുണ്ട്, ജീവിത പശ്ചാത്തലം. ഇല്ലാത്തവന് ഒന്നുമില്ല. അവൻ ജീവിതം മുഴുവൻ ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണികളെ ഉണ്ടാക്കുക, കമന്നാ കൊണ്ടിയും മലന്നാ കണ്ടിയെന്ന് പറഞ്ഞ് ജീവിക്കുക, അത്ര തന്നെ.